പല ആളുകളും ചോദിക്കുന്നു ഈ ഡിസൈനിങ്ങിന് ഇത്ര റേറ്റ്, എന്താണ് ഇതിന് ഇത്ര റേറ്റ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഫോട്ടോഷോപ്പ്, ഇല്ലിസ്ട്രേറ്റർ ഒക്കെ ഇതിനൊക്കെ മന്ത്ലി ഇയർലി ആണ് പാക്കേജ് വരുന്നത്. അത്രയും എമൗണ്ട് കൊടുത്ത് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെ നല്ല ഒരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമുക്ക് നല്ല നല്ല ഇമേജസ് കാര്യങ്ങൾ കൊടുക്കണം. അതിനൊക്കെ ഫ്രീ പിക്ക്, എൻവാറ്റോ എലമെന്റ് ഇതിനൊക്കെ എടുക്കുന്ന സമയത്ത് അത് അതിന് ഒരു 150 രൂപ 200 രൂപയുടെ അടുത്തോളം ഒരു ഇമേജ്, നല്ല ഇമേജ് ഒരു എമൗണ്ടും വരും. അപ്പം ഇതിൽ പിന്നെ 2-3 മണിക്കൂറും നമ്മളൊന്ന് ഇരുന്ന് വർക്കൗട്ട് ചെയ്ത് ഒരുപാട് ഡിലീറ്റ് ആക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കൃത്യമായിട്ട് നമ്മളൊരു ഉദ്ദേശം നല്ലൊരു ക്രിയേറ്റീവിൽ എത്തുന്ന സമയത്ത് റീ എഡിറ്റിന്റെ പൊങ്കാലി ഒന്നോ രണ്ടൊന്നല്ല, നമ്പർ തെറ്റി, ആ നമ്പറല്ല 2 നമ്പർ കൂടി ആഡ് ചെയ്യണം, പിന്നെ ഇതിന്റെ പച്ചയല്ല നല്ലത്, ഇതിന് നീല നല്ലത്, ഓരോ അഭിപ്രായങ്ങളും കൊണ്ട് പിന്നെ ഒരുപാട് റീ എഡിറ്റ് ചെയ്യുന്നു. എന്നാലും ഒരു മാന്യമായുള്ള തുക പോലും ഒരു ഡിസൈനർക്ക് പലപ്പോഴും കിട്ടാറില്ല എന്നുള്ളതാണ്. വീഡിയോ എഡിറ്റേഴ്സിന് വളരെ കുറച്ചെങ്കിലും കിട്ടുന്നുണ്ടെങ്കിലും പറയാം. പക്ഷെ അതേ സമയത്ത് 100 രൂപ അല്ലെങ്കിൽ 150 രൂപക്ക് പോരെ, ഇതിനിപ്പോൾ എന്താ ചെലവ് എന്നൊക്കെ ചോദിക്കുന്ന പല കസ്റ്റമേഴ്സും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവരോട് പറയാം, എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടൊരു വേദന ഉണ്ട്. അപ്പം അതിൻ്റെതായിട്ട് റിസ്ക്കും ഉണ്ട്, അതിൻ്റെതായിട്ട് ഓരോ എക്സ്പെൻസുകളും ഉണ്ട്. കഴിയുമ്പോൾ എല്ലാവരും വിചാരിച്ചും കമ്പ്യൂട്ടറിൽ ചെയ്യുന്നതാണ്. കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന സോഫ്റ്റ്വെയർ മുതൽ അത് ചെയ്യുന്ന ഇമേജിന് വരെ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ഇവരെ എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ടാണ് പറയുന്നത്. എന്നാലോ നിങ്ങൾ പറയുന്ന എല്ലാ ഡിസൈൻസും നമ്മൾ മാറ്റി തന്നിട്ട് പോലും അവർക്ക് എപ്പോഴും ഇത് മാറ്റി കളിക്കണം, അല്ലെങ്കിൽ എമൗണ്ട് ഇത്ര കൂടുതലാണെന്നുള്ള ചിന്താഗതിയാണ് എപ്പോഴും.